ഓക്കെ. സോ പ്രോഗ്രസീവ് ഓവർലോഡ് എന്താണ് പ്രോഗ്രസീവ് ഓവർലോഡ്? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? എങ്ങനെ നമ്മുടെ മസിൽ ബിൽഡിംഗ് ഗോൾസിൽ ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്? നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം ഓരോ വർക്കൗട്ട് സെഷൻ കഴിയും തോറും ആ ഒരു മസിലിന് ആ ഒരു പർട്ടിക്കുലർ എക്സസൈസിൽ നമ്മൾ ചെയ്യുന്ന റെപ്സ് അല്ലെങ്കിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് മസിൽസ് ബിൽഡ് ആവുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ മസിൽസിന് ഏകദേശം നമ്മളൊരു സ്ട്രെസ് കൊടുക്കുമ്പം അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ആയിട്ടാണ് നമ്മുടെ മസിൽസ് ഗ്രോ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന് 5 കിലോന്റെ ബൈസെപ്പ് കേൾ ഒരു 10 റെപ്പ് അടിക്കുന്നു വിചാരിക്കുക. ഇനി അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡി അതിനു വേണ്ടിയുള്ള ഒരു റിക്കവറി പ്രോസസ്സ് നടത്തിയിട്ട് ആ ഒരു 5 കിലോ 10 റെപ്പ് ആവേണ്ട രീതിയിൽ നിങ്ങളുടെ മസിൽസിനെ ബിൽഡ് ആക്കും. എന്നാൽ ആ 5 കിലോ 10 റെപ്പ് തന്നെ നിങ്ങൾ എല്ലാ ആഴ്ചയും അടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ബോഡിക്ക് ആ വെയിറ്റ് ഓൾറെഡി എടുക്കാൻ പറ്റുന്നതാണ്. സോ അതിന് മസിൽസ് ഗ്രോ ചെയ്യേണ്ട ഒരു അവസരമില്ല. ബേസിക്കലി നമ്മുടെ മസിൽസ് അതുപോലെ തന്നെ സ്ട്രെങ്ത് നമുക്ക് കൂടണമെങ്കിൽ നമ്മുടെ ബോഡീനെ അല്ലെ നമ്മുടെ മസിൽസിനെ നമ്മളെപ്പോഴും ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മസിൽസിന് ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടാനുള്ളൊരു റീസൺ ഉണ്ടാവുന്നത്. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. നോർമലി നിങ്ങളുടെ ബോഡി ഇത്രത്തോളം മസിൽസ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ആവശ്യവും കാണിക്കില്ല. സോ നമ്മൾ തന്നെ നമ്മളെ ബോഡീനെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു അൺനാച്ചുറൽ വേയിലാണ് നമ്മൾ മസിൽസ് ബിൽഡ് ആക്കുന്നത്. സോ ഇനി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇന്ന് 5 കിലോൻ്റെ ഡമ്പൽ വെച്ചിട്ട് 10 റെപ്പിന് ബൈസെപ്പ് കേൾ ചെയ്യുന്നു വിചാരിക്കുക. ഇനി അടുത്ത ആഴ്ച ഒരുപക്ഷെ ഞാൻ 7.5 കിലോ എടുത്തിട്ട് 10 റെപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ 5 കിലോ എടുത്ത് നിന്ന് 11-12 റെപ്പ് ചെയ്യുന്നു. അതൊരു പ്രോഗ്രസീവ് ഓവർലോഡാണ്. നിങ്ങൾ ഈ പ്രോഗ്രസീവ് ഓവർലോഡ് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് ഓരോ വീക്കിൽ അല്ലെ 2 വീക്ക് കൂടുമ്പം അല്ലെ നിങ്ങളുടെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി പോവുക. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രസീവ് ഓവർലോഡ്. ഇനി ചില ആൾക്ക് നമ്മുടെ ഈ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ 1 വീക്കിലോ 2 വീക്കിലോ ചിലപ്പോൾ 1 മാസത്തിലോ പറ്റിയെന്ന് വരില്ല. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ നിങ്ങളുടെ റിക്കവറി അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ്. റിക്കവറി നല്ലതായിരിക്കാൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയറ്റ് ന്യൂട്രീഷൻ നല്ലതല്ല, ആൻഡ് അതുപോലെ നിങ്ങളുടെ സ്ലീപ്പ് നല്ലതല്ല. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺസ് വരുന്നത്. സോ നിങ്ങൾ ഇന്നൊരു വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് റെപ്പല്ലേ വെയിറ്റ് കൂട്ടാൻ പറ്റിയില്ല, നിങ്ങൾ അധികം ഇതാവണ്ട. ഒരുപക്ഷെ 2-3 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രസീവായിട്ട് ഓവർലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് വിചാരിക്കാം. ആൻഡ് ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും അതായത് എല്ലാ സെഷനിലും നിങ്ങൾ ഓവർലോഡ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിൽ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാം. ഒന്നാമത് നമുക്ക് റെപ്സ് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാം. ഇനി റെപ്പ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 5 റെപ്പ് മുതൽ 30 റെപ്പ് വരെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഒപ്റ്റിമമായിട്ട് കിട്ടുമെന്നാണ് പുതിയ റിസർച്ച് ഒക്കെ പറയുന്നത്. എന്നാൽ നമ്മളൊരു 5 റെപ്പിന്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ജോയിൻസിന് കൂടുതൽ അതൊരു ടാക്സിങ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ആവും. ആൻഡ് അത്രയും വെയിറ്റ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ കുറച്ചൊരു മോഡറേറ്റ് ആയിട്ട് വെയിറ്റ് എടുത്തിട്ട് കുറച്ചധികം റെപ്സ് പെർഫോം ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ റെപ്സിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 20-ൽ താഴെ റെപ്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടൈം സേവ് ചെയ്യാനുള്ള ഒരു നല്ല കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു 8-20 റെപ്പിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതായത് ഞാൻ ഇന്ന് ഡംബൽ കേൾ എനിക്ക് 5 കിലോ വെച്ചിട്ട് 10 റെപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഞാൻ ഓരോ സെഷനിലും 1-2 റെപ്പ് കൂട്ടി 20 റെപ്പ് വരെ 5 കിലോ എടുത്തിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യും. ആൻഡ് 20 റെപ്പ് ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ 5 കിലോയുടെ ഡമ്പൽ മാറ്റി 7.5 കിലോയുടെ ഡമ്പൽ എടുത്തിട്ട് ഒരു 8-10 റെപ്പ് അടിക്കും. പിന്നെ അതും ഞാൻ 20 റെപ്പ് പോകുന്നവരെ പോകും. ആൻഡ് അതിനുശേഷം ഞാൻ 10 കിലോയുടെ ഡമ്പലിലേക്ക് സ്വിച്ച് ചെയ്യും. ഇനി ഇങ്ങനെയല്ല നിങ്ങൾക്ക് വളരെ ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഇഷ്ടമാണ്, നിങ്ങൾ ലിഫ്റ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, നിങ്ങളുടെ ബോഡി കൂടുതൽ വെയിറ്റിനോടാണ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇപ്പം ഞാൻ ഇന്നൊരാഴ്ച ഫസ്റ്റ് സെഷൻ എനിക്ക് ഡംബൽ കേൾ 5 കിലോ 10 റെപ്പ് അടിക്കാൻ പറ്റി. അടുത്ത ആഴ്ച ഞാൻ അടുത്ത സെഷനിൽ വേണമെങ്കിൽ എനിക്ക് 7.5 കിലോ എടുത്തിട്ട് തന്നെ ഒരു 10 റെപ്പിന് ട്രൈ ചെയ്യാം. അത് പോസിബിൾ ആവണമെന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് കൂടിയ ജമ്പാണത്, എന്നാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനി ഐസൊലേഷൻസ് മൂവ്മെന്റ്സ് ആയ ഡംബൽ കേൾ, ലാറ്ററൽ സൈഡ് റൈസ് ആൻഡ് ഇതുപോലത്തെ ചെറിയ എക്സസൈസുകൾ നമ്മൾ റെപ്പ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് കമ്പയർ ടു അതർ കോമ്പൗണ്ട് മൂവ്മെന്റ്സ് ലൈക്ക് സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ഇതിലൊക്കെ നിങ്ങൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഡംബൽ കേളിൽ നമ്മൾ 5 കിലോ 7.5 കിലോയിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ 2.5 കിലോ ആണ് കൂടുന്നത്. ഏകദേശം 50% ഓഫ് ദ വെയിറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട്. നമുക്ക് ഡംബൽ അവൈലബിളും അല്ല അത്രയും ചെറിയ വെയിറ്റ്സിൽ. സോ നിങ്ങൾ അത് മനസ്സിലാക്കുക. ആൻഡ് നമ്മൾ കോമ്പൗണ്ട് മൂവ്മെന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 100 കിലോ ഡെഡ് ലിഫ്റ്റ് 5 റെപ്പ് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ 6ാമത്തെ റെപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിരിക്കും. പക്ഷെ നമ്മളൊരു 2.5 കിലോ വെച്ചിട്ട് ഒരു 5 കിലോ ടോട്ടൽ 105 ആക്കിയാണെങ്കിൽ അത്രയും ഹാർഡായിരിക്കില്ല അത്.